ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു പച്ചക്കറി തോട്ടം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറുതായിട്ട്. അപ്പം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇത് ചീരയാണ് കേട്ടോ. ഒറ്റ തണ്ടുള്ളൂ, എന്നാലും നമുക്ക് കീടനാശിനിയൊക്കെ ഇല്ലാതെ നല്ല പച്ചക്കറികൾ കഴിക്കാമല്ലോ. അത് എന്താ പറിച്ചിട്ട് ഇത്ര ഉണ്ടായി. പിന്നെ ഇത് തക്കാളിയാണ്. നമ്മളിത് ഒരു തവണ ഒക്കെ പറിച്ചുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ടാമതായാലും കുഞ്ഞു കുഞ്ഞു കായകൾ ഉണ്ടാവുകയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളമൊന്നുമില്ല, നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് ചാണകമൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിക്കുക. ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വല്ലാത്തൊരാഗ്രഹം. ഒരുപാടുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും കുറച്ചുള്ളതാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമുക്ക് കാണാനും അത് ഷെയർ ചെയ്യാനും വല്ലാത്തൊരു താല്പര്യം സന്തോഷമാണല്ലോ. ഇതിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തക്കാളി, ഇതൊക്കെ അത്യാവശ്യം കുറച്ച് വലുപ്പമായിട്ടുണ്ട്. ഇത് നമ്മൾ തൊടിയിൽ നട്ടതാണ്. ഇത് നമ്മൾ ചട്ടിയിൽ നട്ടപ്പോൾ ഉണ്ടായതാണ് ഈ കായകളൊക്കെ. അതൊക്കെ ആയി വരുന്നുള്ളൂ. നന്നായിട്ട് വെള്ളം രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളായിട്ടൊന്നുമില്ല. ഇങ്ങനെ വേസ്റ്റുകൾ അതൊക്കെ കൊണ്ടുവന്നിടും. മുട്ടയുടെ തോട് പൊടിച്ചിട്ട് കൊടുക്കും. പക്ഷെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി തന്നെ ആയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതാട്ടോ നമ്മൾ പറിച്ചെടുത്തത്. ഇത്രയല്ല, 2 ട്രിപ്പായിട്ട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായൊരു സ്പെഷ്യലായിട്ടുള്ള ചെടിയാണിത്, ഗോൾഡൻ പപ്പായ. അതിൽ കായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിന് 2-3 ട്രിപ്പായിട്ടൊക്കെ ഒരുപാട് പറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെടിയാണെങ്കിലും നന്നായിട്ട് തന്നെ കായ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ടിപ്പോൾ ഒരു കായ ഉണ്ടായതാണിത്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഗോൾഡൻ പപ്പായ. ഇത് വേറെ തൈയാണ്, കുറച്ചും കൂടി വലുപ്പമുള്ളത്. കണ്ടോ, കായൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇത്രയൊന്നല്ല കേട്ടോ, ഇതിനേക്കാൾ നല്ല വലുപ്പമാവും. പക്ഷേ പഴുത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ തൊലി ഈ കളർ തന്നെ ആവും. ഞാൻ പഴുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഞങ്ങൾ വിത്ത് വാങ്ങി ഉണ്ടാക്കിയതാണ്. പ്രത്യേകം വളമൊന്നുമില്ല, ചേർക്കാറൊന്നുമില്ല. ഈ ചാണകപ്പൊടി അങ്ങനെയൊക്കെ തന്നെ ചേർത്തിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് കായ ഉണ്ടാവും വെള്ളം ഒഴിച്ചെടുത്താൽ. ഇത് ഞങ്ങൾ 2ാമത്തെ തവണയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യത്തെ തവണ നന്നായിട്ട് തന്നെ കായ ഉണ്ടായിരുന്നു, നല്ല സൈസിൽ തന്നെ. കാണാനും ഭംഗിയാണ്. നമ്മളെ വീട്ടിലുണ്ടായ ആരും ഒന്നും ചോദിക്കാതിരിക്കില്ല ഇത് എവിടെ നിന്നാണ് എങ്ങനെയെന്ന്. നല്ല ഭംഗിയാണ് കാണാനും. ഇത് നമുക്ക് എവിടെ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ വീടിൻ്റെ മുറ്റത്താണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം തൊടിയിലായിരുന്നു. പിന്നെ ഇത് വഴുതന, ഞങ്ങളിവിടെ വഴുതനയാണെന്ന് കേട്ടോ പറയാം. ഇപ്പം നമ്മളിത് ഒരു തൈ നട്ടാൽ തന്നെ നന്നായിട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കമ്പൊക്കെ വെട്ടി കൊടുത്ത് തളർത്ത് പിന്നെ വീണ്ടും നമുക്ക് ഓരോ ട്രിപ്പ് ഉണ്ടാവും. അങ്ങനെ പല തവണ ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാം. വിത്ത് വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് അങ്ങനെ തൈകളാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ അവക്കാഡോൻ്റെയാണ്. ഈ അവക്കാഡോ നമ്മളെ കഴിച്ചതിൻ്റെ കുരുവിട്ടുണ്ടാക്കിയതാണ്. ഇത് ഞങ്ങൾക്ക് 2 തണ്ട് പച്ചമുളക് ഉണ്ടായതാണ്. 2 തണ്ടെങ്കിലും അത്യാവശ്യം നല്ല മുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ചെറിയ ടൈപ്പാണെന്ന് പറയാം, കറക്റ്റ് പേര് എനിക്കറിയില്ല. പുളിയാണ് കായ്ക്ക്. പിന്നെ ഇത് നമ്മളെ ഇവിടെ ചക്കപ്പഴം എന്നാ പറയുക, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല ടേസ്റ്റ് കഴിക്കാൻ, മധുരമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ കാണും വരെ.